പ്രയാഗ്രാജിലെ കുംഭമേളയോടനുബന്ധിച്ച് കുറെ സ്വാമിമാരുള്ള പോച്ചയൊക്കെ അടിച്ചിട്ട് വഴിയെ പോകുന്ന ആൾക്കാരെയൊക്കെ തല്ലി ഓട്ടിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ തന്നെ എതിരാളികൾ എന്ന് അവകാശപ്പെടുന്ന ചൈനീസ് കമ്പനി ഡീപ് സീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലെ സിലിക്കൺ വാലിയിലെ ടെക് കമ്പനികളൊക്കെ ഇതോടെ ഞെട്ടുകയും ലോകത്ത് തന്നെ ഇത് വലിയ ചർച്ചയായും ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ ഇത് വലിയ രീതിയിൽ നഷ്ടത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതൊക്കെ കാണുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ സംഖ്യകളൊക്കെ ഇങ്ങനെയാണെന്ന് ചില ആൾക്കാർക്ക് തോന്നുന്നു. യുവമാരെ കൊണ്ടൊന്നും വേറെ ഒന്നും നടക്കൂലെന്നും തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ചില സമാധാന മതക്കാർ ചർച്ച ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ചർച്ച വന്നു. സിനിമ എന്ന കലാവിഷ്കാരത്തെ ഇസ്ലാം തിരസ്കരിക്കുന്നത് വേറെ കൊണ്ടല്ല, മനുഷ്യന്റെ ഈ വിഷനിലൂടെ മനുഷ്യൻ കാണുന്ന പലതും മനുഷ്യന്റെ ഹൃദയത്തിൽ വല്ലാത്ത നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. രണ്ട് ക്യാമ്പിൽ വെച്ചുകൊണ്ടാവട്ടെ, പുരുഷനോടാണ് പറയുന്നത് സ്ത്രീകളുടെ അത്തരം വ്യായാമ കലകളിൽ വ്യായാമമുറകളിൽ അവിടെ പോയി ഇടപെടരുതെന്ന് പുരുഷനോടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട്? അത് സ്ത്രീ പുരുഷ സങ്കലന വേദികൾ അനിസ്ലാമികമാണ് എന്നതുകൊണ്ട്. സ്ത്രീകൾ ഏത് വസ്ത്രം ധരിക്കണം, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് സിനിമ കാണുന്നത് തെറ്റാണോ, സിനിമ ഹറാമാണോ എന്ന് പോലത്തെ കാര്യങ്ങളാണ്. ഇനി ഇന്ത്യക്കാർ ഡെവലപ്പ് ചെയ്ത ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാന്ന് വെച്ചാൽ മറ്റേ ജ്യോതിഷം നോക്കുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻ കാണും, 7 ദിവസം ഫ്രീ, അത് കഴിഞ്ഞാൽ നിങ്ങൾ കാശ് കൊടുക്കണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ത്യ എവിടെ എത്തുമെന്ന് ദൈവതമ്പുരാന് പോലും അറിഞ്ഞൂടെ.